ഹായ് ഹലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു മാനസിക സമ്മർദ്ദം, ഓവർ തിങ്കിങ്, ഒറ്റയ്ക്ക് ആലോചിക്കുന്ന ഒരവസ്ഥ, പിന്നെ സ്വയമേ ആ ഒരു വ്യക്തി ഒരു കുടുങ്ങിയ ഒരു ഫീലിങ്സ് ആണ്. ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ആളിപ്പോൾ വളരെ കൺഫ്യൂഷനായിട്ടും പിന്നെ വീണ്ടും വേദനാജനകമായ ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ള ഒരു പേടിയും ഇപ്പോൾ ആളുടെ മൈൻഡിലുണ്ട്. പിന്നെ വളരെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ ആളിരിക്കുന്നത്. അകത്ത് വലിയൊരു ഷേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒരു അപ്രതീക്ഷിത ട്രൂത്ത് അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ അയാൾ ഇമോഷണലി ഒരു സ്റ്റേബിൾ അല്ല, മനസ്സിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫീലിങ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി ഒരു പ്രാക്ടിക്കൽ അല്ലെ ഒരു കംഫർട്ട് സോൺ ആയിട്ടാണ് കാണുന്നത്. സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് കുറച്ചിട്ട് ലോജിക്കാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബേസ്ഡ് അല്ല, മൈൻഡ് ബേസ്ഡ് ആയിട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ആൾ മാനസികമായിട്ടും അയാൾ ഒരു സന്തോഷത്തിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, ഒരു നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമോ അങ്ങനത്തെ ഒരു അതുപോലത്തെ ഒരു ബന്ധമൊന്നും അല്ല അവർ തമ്മിലെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ മൂലമുള്ള ഒരു ബന്ധമാണ് അതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലോങ് ടേം ഡീപ്പായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജിയൊന്നും അവിടെ ശക്തമായിട്ടൊന്നും ഇല്ല. ഇനി ഈ ഒരു ബന്ധത്തിൽ ഹാർട്ട് പെയിന് പിന്നെ അല്ലെങ്കിൽ ട്രൂത്ത്, അതായത് എന്തോ ഒരു സത്യം പുറത്ത് കൊണ്ടുവരുന്ന ഒരു എനർജി, അതായത് ഒരു ട്രയാങ്കിൾ പെയിൻ ക്ലിയർ ആണെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അതുണ്ട്, പക്ഷേ ഡീപ്പ് ലവ് എനർജി സ്ട്രോങ് ആയിട്ടൊന്നും കാണുന്നില്ല. കൂടുതലായിട്ട് അവിടെ കൺഫ്യൂഷനാണ് കാണുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിലൊരു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്ലാക്ക് മാജിക് എനർജി ഒന്നും ഇവിടെ കാണുന്നില്ല. അതൊരു എന്താ പറയണ്ട, മറ്റേ കാർമിക് സിറ്റുവേഷൻ, കാർമിക് ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു 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 എനർജി ആയിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാർമിക് ലെസൺ പഠിക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി അടുത്തേക്ക് നിങ്ങളെ വിട്ട് ആ ഒരു പേഴ്സൺ പോയിട്ടുള്ളതെന്നാണ് നമ്മളോട് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ